ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവുക ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയറ വെക്കുക എന്നല്ല. സമസ്ത കേരള ജമിയത്തുലമ സമസ്ത കേരള ജമിയത്തുലമയുടെ ആ ഐക്യമൊന്നും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ്. ഈ ഐക്യം ഇവിടെ നിൽക്കും. സമസ്ത കേരള ജമിയത്തുലമയുടെ 100ാം സമ്മേളനം ഇവിടെ വരാൻ പോകുന്നത്. ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയെന്നും കൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമസ്ത കേരള ജമിയത്തുലമ എന്ന നമ്മുടെ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇവിടെ വിശുദ്ധമാവുന്നതായ ഈ ദീനിൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ്. പരസ്പരം ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ ഉലമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്തും ആവശ്യമാണ്. റസൂലുള്ളാഹിന്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ദീനിവിടെ നിലനിൽക്കാന്നുണ്ടെങ്കിൽ പണ്ഡിതന്മാർ വേണം. പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ, സമ്പന്നരും വേണം. സമ്പന്നർ മാത്രം പോരാ, അത് ഇവിടെ സാധാരണക്കാരും വേണം. മഹാന്മാരാവുന്ന തെർബിയത്തിന് പറ്റുന്നതായ മശായിഖന്മാർ ഇവിടെ ഉണ്ടാവണം. ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. വിശുദ്ധമാവുന്ന ദീൻ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ദീൻ ഇവിടെ നിലനിൽക്കും. അപ്പം ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ദീനിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇവിടത്തെ മഹാന്മാരാവുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പാടില്ല. ഇവിടുന്ന് ആർക്കും ആരെയും ആക്ഷേപിക്കാലോ. അപ്പോൾ അവിടെ സാദാത്തുക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളൊക്കെ ആരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ആ നിലക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സമസ്ത കേരള ജമിയത്തുലമ ഒരു മതസംഘടനയാണ്. അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട്. ആ നിലക്ക് മാത്രമേ സമസ്ത കേരള ജമിയത്തുലമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതനുസരിച്ച് കൊണ്ട് മാത്രമേ സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് പോവുകയുള്ളൂ. നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും. ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരും പ്രവർത്തകരോട് അതിരിക്കുള്ളത്. അവരത് നിർവഹിച്ചുകൊള്ളും. നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചു കൊള്ളുക. പരസ്പരം അങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല. ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവുക ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയറ വെക്കുക എന്നല്ല. സമസ്ത കേരള ജമിയത്തുലമ സമസ്ത കേരള ജമിയത്തുലമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് പോകും. അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും. രണ്ടു കൂട്ടരും അങ്ങനെയുള്ള ചെയ്യേണ്ടത്. അപ്പം ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം, ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിലേക്ക് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാവുന്ന നിങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ടോ സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുന്നതല്ല. ഇവിടെ നമുക്ക് വേണ്ടത്, ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം. അതിന് പോർവേൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളതല്ല. പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം ആദരവ്, എല്ലാവർക്കും അവരോട് അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ ഉണ്ടാവും. ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വെറുതെ നമ്മൾ ആളുകളോ അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി. അതിൽ നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എല്ലാവരും പിന്മാറണം. അത് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നിട്ട് അതുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ മതത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആക്കം കൂട്ടും.
അപ്പം ഭിന്നതയെ വിള്ളലിനെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത്. ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ, വസലമൻ ഖതഅഹൂന്ന്, ഭിന്നത ഉണ്ടായിത്തീർന്നാൽ അതിനെ നമ്മൾ എന്താക്കണം, അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയല്ല ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ഈ ഐക്യമൊന്നും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ്. ഈ ഐക്യം ഇവിടെ നിൽക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം സമ്മേളനം ഇവിടെ വരാൻ പോകണം. ഈ ഇരിക്കുന്ന സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയെന്നും കൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ 100ാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത്. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. പ്രത്യേക